ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഓണം സ്പെഷ്യൽ അവിയലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മോൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഓരോരോ ഐറ്റംസ് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോൾ കൊണ്ടുപോകുന്നത് അവിയലാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന പച്ചക്കറികൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതിന് ഞാനിത് ആവശ്യമായിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പാവക്ക എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കായ, പിന്നെ 2 ഉരുളക്കിഴങ്ങ് അതുപോലെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വരാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇത് നല്ല ചൂടുവെള്ളം മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് ഇത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 6 പച്ചമുളക് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്ര വലിയ ഇല്ലാത്ത പച്ചക്കറികളായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയതാണിത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കല്ല, കുറച്ച് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ പച്ചക്കറി ഒന്ന് വെന്തിനോ നോക്കാം. അപ്പോൾ ഇതാ പച്ചക്കറിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവയിലേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവും. പല ആളും പല വിധത്തിലാണ് നമ്മൾ ഈ അവയിൽ ഉണ്ടാക്കൽ. അപ്പം പിന്നെ ചില ആൾ തൈര് ഒഴിക്കും, ചില ആൾ തൈര് ഒഴിക്കൂല. അപ്പോൾ ഇതാ പച്ചക്കറിയിലെ തേങ്ങയെല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിത് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി തന്നെയാണ് അവിയൽ. അപ്പോൾ ഇത് നമ്മളെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.